എമ്പുരാൻ സിനിമയ്ക്കെതിരെ വരുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. കേന്ദ്രത്തിലെ അധികൃതർ സിനിമയിലെ ഫ്ലാഷ്ബാക്ക് സീനിലെ 20 മിനിറ്റ് രംഗങ്ങൾ കട്ട് ചെയ്യാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. എന്നാൽ 2 മിനിറ്റോളമുള്ള രംഗങ്ങൾ മാത്രമാണ് എമ്പുരാൻ സിനിമയിൽ നിന്നും കട്ട് ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എമ്പുരാൻ സിനിമയിൽ തുടക്കത്തിൽ ഒരു റേപ്പ് സീൻ ഉണ്ടായിരുന്നു, അതും ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിനിമയിലെ വില്ലൻ്റെ പേരും ചേഞ്ച് ചെയ്യുകയാണ്. ബജ്രംഗി എന്ന വില്ലൻ കഥാപാത്രത്തിൻ്റെ പേര് ഇപ്പോൾ ബൽരാജ് എന്നാണ് മാറ്റാൻ പോകുന്നത്. റീസെൻസറിങ് ചെയ്ത ഈ ഒരു പ്രിൻ്റ് ബുധനാഴ്ചയായിരിക്കും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. എമ്പുരാൻ സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. 170 അല്ലെങ്കിൽ 175 കോടിക്കടുത്തായിരിക്കും സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്നാണ് ട്രാക്കേഴ്സൊക്കെ പറയുന്നത്. എന്തായാലും തിങ്കളാഴ്ചത്തെ കളക്ഷനോട് കൂടി എമ്പുരാൻ സിനിമ 200 കോടി ക്ലബ്ബിൽ ഇടം നേടാൻ പോവുകയാണ്. അപ്പോൾ മോളിവുഡിൽ നിന്നും ഫാസ്റ്റസ്റ്റ് 200 CR ക്ലബ്ബിൽ ഇടം നേടുന്ന ആദ്യ ചിത്രമായി എമ്പുരാൻ സിനിമ മാറാൻ പോവുകയാണ്. എമ്പുരാൻ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.